അളിയാ അറിയാലോ, അളിയന് ഈ ബാങ്ക് മാനേജരുമായിട്ട് നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അളിയെ വിളിച്ചിട്ട് ഞാൻ വന്നത്. എങ്ങനെയെങ്കിലും ആ പരിചയം വെച്ചിട്ട് ആ ലോൺ ഒന്ന് ശരിയാക്കി ഒപ്പിക്കണം. ഈ ടീന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ബാങ്ക് മാനേജറായിട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ അനിയനെ വിളിച്ചോണ്ട് വന്നത്. എന്റെ തലയുടെ വെട്ടം കണ്ടാ മതി ഈ ലോൺ പാസ്. അളിയനെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഇതൊക്കെ കുറച്ച് മുമ്പേ ആലോചിക്കണമായിരുന്നു. ഇപ്പോഴല്ലേ അറിഞ്ഞപ്പോ നിങ്ങൾ ബാങ്ക് മാനേജരായിട്ട് പരിചയമുള്ള കാര്യം അറിഞ്ഞാലല്ലേ എനിക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അതാണ്. അല്ല ഇതെന്ത് കൈ ഇരിക്കുന്നത്? അതൊന്നുമില്ല, അത് കുറച്ച് വില പിടിച്ചൊരു സാധനം. അത് അളിയനെ ഈ തന്നാ ശരിയാവത്തില്ല. ഓ, വില പിടിച്ച സാധനമൊക്കെ നമ്മുടെ തരാൻ മടിയായിരിക്കും. അളിയ ഈഗോ അടിച്ച് പോകല്ലേ. ആ മാനേജർ വരുമ്പോ എന്ത് പറഞ്ഞ ലോൺ ശരിയാക്കുന്നത് അതൊന്ന് തീരുമാനിക്കും. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. പക്ഷെ മാനേജർ വരുമ്പോ ലോൺ ശരിയാക്കി തരണമെങ്കിലേ മറ്റേ എന്ത് എനിക്കൊരു ഇത് മുട്ടിന് വേദനയാണോ? മുട്ടിന് വേദനയല്ല, പാമ്പെന്നല്ലോടെ പറഞ്ഞത്. പിന്നെ കള്ള് കുടിക്കാൻ അളിയന്റെ അണ്ണനെ അടിക്കുന്ന ടീമാണെന്ന് എനിക്കറിയാം. പക്ഷേ മാനേജരെ കണ്ട് ലോൺ ശരിയാക്കാത്ത തുള്ളി ഞാൻ തരത്തില്ല. മാനേജരെ കണ്ട് ലോൺ ശരിയാക്കുന്നു, ആ നിമിഷം നമ്മൾ അടിക്കുന്നു. സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മതി. അളിയനാ എന്റെ അളിയനെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? അളിയ ഈ പുറകെ ഈ സാധനം വെച്ചിരുന്ന അളിയ എങ്ങനെ കണ്ടുപിടിച്ചത്? എടാ, ബിവറേജിൽ പോണവരുടെയൊക്കെ സഞ്ചി ഇവിടെ നാർക്കാ അറിയാത്തത്. അതെ, പിന്നെ ഒരുപാട് അടിക്കലും ഒരു പെഗ് വേണം അടിച്ചു. എടാ, നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്റെ അളിയ. അളിയനൊരു കാര്യം അറിയാമോ? ഞാൻ ഈ ക്യാബിൽ ഇരുന്ന് എത്ര പ്രാവശ്യം അടിച്ചിട്ടുള്ളതാ ഈ മാനേജരുടെ ക്യാബിൽ. പിന്നെ അത്രയ്ക്ക് കണക്ഷനാണ്. അത്രയ്ക്ക് കണക്ഷൻ. ഇത് എത്ര നേരമായിട്ട് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അളിയനുള്ളത് കൊണ്ട് ഇന്നെങ്കിലും ആ ലോൺ എനിക്ക് പാസ്സാക്കി എടുക്കണം. ഇനി അളിയൻ ഇടപെട്ടിട്ട് ലോൺ തന്നില്ലെങ്കിൽ ഇത് ചെറിയൊരു ബോംബാ. ഇത് വെച്ച് അവന്റെ ക്യാബിനും അവനെ ഞാൻ പൊട്ടി ചിന്നി ചിതറിച്ച് ഇല്ലാതാക്കളയും. അതിനുള്ള പണിയാണ് ഇതിനകത്തിരിക്കുന്നത്. ചതിച്ചളിയാ ചതിച്ച്, ചതിച്ചളിയാ ചതിച്ച്. ഉപ്പി ഉപ്പി ചതിച്ചു. ഇതിന്റെ വാവട്ടം കുറവായിരുന്നു. എടുത്ത് കമത്തിയപ്പോ എല്ലാം കൂടെ വായിക്കാത്തോട്ട് പോവുകയും. അത് മൊത്തം കുടിയും കഴിഞ്ഞ അതിന്റെ ലോജിക്ക് പിടിച്ച് വന്നേക്കോ അല്ലേ? അതൊന്നും അല്ലത്. മാനേജർ വരുമ്പോ ആ ലോൺ സെറ്റ് ചെയ്യാനുള്ള പരിപാടി വല്ലതും ചെയ്യുവോ? എന്റെ പൊന്നളിയാൽ മാനേജർ വരുമ്പോ ലോൺ സെറ്റ് ആണോ? പിന്നെ എന്നാ മതി. എവിടെ കയറി പോവുക? അങ്ങോട്ട്. ഞങ്ങൾ ആദ്യം വന്ന, ഞങ്ങൾ കഴിഞ്ഞിട്ട് നീ കയറിയാ മതി. പോയി ക്യൂവിൽ നിൽക്കും. ലോൺ എടുക്കാൻ വന്നായിരിക്കും. അല്ലെന്ന് ലോൺ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ലോൺ കൊടുക്കാനോ? ബാങ്കിലെ മാനേജർ. മാനേജർ അപ്പൊ നിങ്ങൾ എന്നോട് എന്നാ പറഞ്ഞത്? മാനേജറുമായിട്ട് നല്ല പരിചയം എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് മാനേജർ അറിയാന്ന് പറഞ്ഞിട്ട്. എടാ, ആര്യാസ് ഹോട്ടലിൽ ഞാനൊരു ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ മാനേജർ 3 വട തിന്നോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാ. ഈ മാനേജർ എന്നൊക്കെ പറഞ്ഞ 3 വടയൊക്കെ ഒന്നിച്ച് തിന്നൂടാ. ആര്യാസിൽ നിന്ന് വട തിന്ന പരിചയമാണോ നിങ്ങൾ തമ്മിൽ? അതിനാണ് അപ്പൊ കൂടെ ക്യാബിനിരുന്ന് അടിച്ചെന്ന് പറഞ്ഞത്. അടിച്ചത് ഈ ക്യാബിനകത്തിരുന്ന് പെയിന്റ് അടിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെയിന്റ്? അപ്പൊ പെയിന്റ് അല്ലേ? എടാ, പെയിന്റ് എന്ന് ആര് പറഞ്ഞു? അടിച്ചെന്നാണോ ഞാൻ പറഞ്ഞത്? പെയിന്റ് അടിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ലോൺ ശരിയാക്കാൻ വല്ല പരിപാടിയും ചെയ്തു തരാം. ആദ്യം ഞാൻ സെറ്റ് ചെയ്ത് തരാം. മറിക്കേ, ലോൺ ശരിയാക്കുന്ന കാര്യമാണ് ഇവനിപ്പോ ഇത്രയും വലിയ കാര്യം. ഇതൊക്കെ നമ്മൾ ഏകത്തിൽ പണി. ആത്മാർത്ഥമായിട്ട് പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ വലിയ കാര്യം ചെയ്യുവാന്ന്. ഓൺലൈൻ റമ്മികളി. അതെ, എന്താണ് കാര്യം? പറ, എന്താണ്? അളിയ എന്നെ കാണിക്കുന്ന കാര്യം പറ. കാര്യമാണ് പറഞ്ഞത്. നിനക്ക് കണ്ടുകൂടാ. ഇവിടെ ഒന്ന് ഓഡിയോ വന്നില്ല, വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓഡിയോ കട്ടായി കിടക്കാണ്. ഓഡിയോ കട്ടായി കിടക്കാണ് ഈ പറയുന്നത്. എന്റെ സ്വഭാവം ഒന്നുകൂടെ പറയാം. എത്ര നേരം എന്ന് വെച്ച് ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഉച്ചണ കാര്യമാണ് അവിടെ ചെന്ന് പറയുന്നത്. അതേ ഞാൻ പറഞ്ഞോളാം. എന്താണ് നിങ്ങൾ എന്താണ് ഇവിടെ കിടന്ന് ബഹളം? ബാങ്കാണ് ഇത്. എന്താണ് കണ്ടാ ഇത്? ഇതെന്താണോ ഇത്? ബൈനോക്കുലർ? ആ ബൈനോക്കുലർ ഈ ബാങ്കിൽ കയറി ഇറങ്ങി നടന്ന് അറിയാമോ? കഴിഞ്ഞ 3 മാസം ഞാൻ ഇവിടെ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഞാൻ മടുത്ത്. ഞാൻ 3 മാസം 23 വർഷമായി ഞാൻ ഇവിടെ കയറി ഇറങ്ങി നടക്കണം. എനിക്കൊരു മടുപ്പില്ലല്ലോ. കൺഗ്രാറ്റുലേഷൻ. എടാ, 23 വർഷമായിട്ട് ഇവിടെ കയറി ഇറങ്ങി നടന്നിട്ട് ഈ മനുഷ്യന് ഒരു മടുപ്പുമില്ല. 3 മാസം കയറി ഇറങ്ങി നടന്ന് നീ അങ്ങ് മടുത്ത്. എന്താ അളിയൻ? അങ്ങനെ മാനേജർ അങ്ങേക്ക് കയറി ഇറങ്ങി നടക്കാം. സാറേ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. എന്താണ് പറയേ? ഞാൻ വെറും പാവപ്പെട്ടവനാ. 4 കാലം ഒരു ഷീറ്റും വലിച്ചു കിട്ടി. അതിന്റെ താഴെയാണ് ഞാനും എന്റെ ഭാര്യയും 7 മക്കളും കൂടി താമസിക്കണം. അറിയാവോ? എത്ര മക്കളുണ്ട്? 7 മക്കളും.
4 തൂണും ഒരു ടാർപ്പ ആയപ്പോഴത്തേക്കും ഇവന് 7 മക്കള്. അപ്പൊ അടച്ചുറപ്പുള്ള വീടാണെങ്കിൽ എവിടെ ചെന്ന് കേരളം സാറേ അങ്ങനെ പറയരുത്. അല്ല, നിങ്ങളിപ്പോ ലോൺ എടുക്കാൻ വേണ്ടി കയറി വെക്കുന്നല്ലോ. നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് ഈ ലോൺ എടുക്കുന്നത്? ഞാൻ ബിസിനസിന് വേണ്ടിട്ട് ലോൺ എടുക്കാൻ. ബിസിനസ്സിലാണ്. ബിസിനസ് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. ബിസിനസ്സുകാരൻ ഞാൻ നന്നായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആയിക്കോട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ബിസിനസ് എടുക്കുന്ന എല്ലാവരോടും ലോൺ കൊടുക്കുന്ന എല്ലാവരും ഞാനൊന്ന് ഉപദേശിക്കാറുണ്ട്. അതായത് നിങ്ങൾ ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ആരും നിങ്ങൾ കൈകടത്തരുത്. അങ്ങനെ ചെയ്താൽ എന്റെ ബിസിനസ് പൊളിയും. അങ്ങനെ ഞാൻ ഗ്ലൗസിന്റെ ബിസിനസ് തുടങ്ങാൻ ആരും കൈകടത്തില്ല, അത് പൊളിയില്ല. നിങ്ങൾ വന്നേ, നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നേ, ലോൺ ശരിയാക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ. ഡോക്യുമെന്റ്സ് എല്ലാം ഇതിനകത്ത്, എല്ലാ സാധനം കൊണ്ടുവന്നേ നോക്കട്ടെ. എല്ലാ സംഭവം ഉണ്ടല്ലോ അല്ലേ? ഇത് നിങ്ങളുടെ പേരിലല്ലേ ലോൺ എടുക്കണത്? അതെ, എന്റെ പേരിലാണ്. അത് ശരി. അപ്പൊ എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇതെന്താണ് മോഹൻലാലിന്റെ പടം ഒട്ടിച്ചാണെന്നാണ് ഉടയോ എന്നുള്ള അടുത്ത്? അതിന് മോഹൻലാലല്ലേ ഉടയനകത്ത് മോഹൻലാൽ അഭിനയിച്ചേക്കുന്നത്. ചിലപ്പോ ഇങ്ങോട്ട് വന്നേ, ഉടയനകത്ത് ഡബിൾ റോളാ. ഒരു പടം ഒട്ടിച്ചാണ്. മറ്റേത് കിട്ടിയില്ല. അച്ഛന്റെ പടം ഒട്ടിക്കാൻ മറന്നുപോയായിരിക്കും ലോൺ. ഉടയോ എന്ന് പറഞ്ഞാല് ലോൺ എടുക്കുന്ന ആൾ ഇയാളല്ലേ? അത് ഞാനാ. അപ്പൊ ഇയാളുടെ പടം ഒട്ടിക്കണ്ട, അല്ലാണ്ട് മോഹൻലാലിന്റെ പടം ഒട്ടിക്കേണ്ടത് എന്റെ പടമായിരുന്നു. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 8000156 8008000120. അപ്പൊ മറ്റേതും തെറ്റി. ഏത്? തീയാനെന്നുള്ളടത്ത് പൃഥ്വിരാജിന്റെ ഫോട്ടോ ഒട്ടിക്കും. ആധാരം എന്നുള്ളടത്ത് മുരളിയുടെ പടം കൊണ്ട് ഒട്ടിക്ക്. മുരളി വേണമെന്ന് നിർബന്ധമാണ്. നിങ്ങളുടെ ഒരു പടം കൊണ്ടുവന്ന് ഇതിനകത്ത് ഒട്ടിക്കാൻ. അതാണ് ഇവിടെ വേണ്ടത്. ഞങ്ങളുടെ പടം അല്ലാണ്ട് സിനിമാടന്മാരുടെ പടം അല്ല വേണ്ടത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എന്താ നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞ്? ഷാജി. ഷാജി ഈ ലോണ് ഷാജിക്ക് ബാങ്ക് തന്നോന്നിരിക്കട്ടെ. തന്നോന്നല്ല പറഞ്ഞു. ഉദാഹരണം, ലോണ് പാസ്സായി തന്നിരിക്കട്ടെ. നിങ്ങൾ ഈ ലോണ് എങ്ങനെ തിരിച്ചടയ്ക്കും? ഒരു അടക്കമൊന്നും ഒരു പ്രതീക്ഷയില്ല. ഇസാഫ്, എസ്കേസ്, ഉജ്ജീവൻ ഇതിന്റെയൊക്കെ അടവ് പിടയിൽ കിടക്കുക. പോരാഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച എന്റെ 150 രൂപ മേടിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ലേ ഇവൻ. പിന്നെ എങ്ങനെ ഈ ലോൺ അടക്കും? നിങ്ങൾ പറ. ചുമ്മാ കളിക്കാനാണ് ലോൺ കൊടുക്കുന്നത്. പകുതി സമയത്ത് അളിയൻ ഇടക്കിട്ട് സംസാരിച്ച് തകർക്കല്ലേ? ഞാൻ തകർത്തില്ലല്ലോ. അല്ല, സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് വെറുതെ എനിക്ക് ലോൺ എടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റിയല്ല. നിങ്ങൾ ലോൺ തിരിച്ചടക്കുന്നത് എനിക്കൊരു ഉറപ്പ് എനിക്ക് കിട്ടണം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ വെറുതെ ഒന്നും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ലോൺ തിരിച്ചടക്കുമെന്ന് ഉറപ്പ് വേണം. ചുമ്മാ അങ്ങോട്ട് ലോൺ എടുത്ത് തരാൻ പറ്റും ഞങ്ങൾക്ക്? എന്റെ സാറേ, അളിയൻ പറയുന്ന കേക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും സംഭവം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഈ ലോൺ തന്നാൽ നിങ്ങൾ തിരിച്ചടക്കാൻ നിങ്ങളുടെ വരുമാന മാർഗം എന്താണ്? എന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയാണ്. ഭാര്യയോ? അതെന്താണ്? അവള് പണിക്ക് പോകും, പൈസ കൊണ്ടുവരും, ഞങ്ങൾ ജീവിക്കും. അപ്പൊ ഭാര്യയുടെ ചെലവിൽ കള്ളച്ചോറ് തീറ്റ. അങ്ങനെയാണെങ്കിൽ അനീഷും ബിനീഷും ഒക്കെ കള്ളച്ചോറ് തീറ്റ. അതാരാണ് അനീഷും ബിനീഷും? ആരാണ്? ഞങ്ങളുടെ മക്കളാ. അത് ശരി. അപ്പൊ മക്കളും അപ്പനും ഒക്കെ കള്ളച്ചോറ് തീറ്റയാണ് അല്ലേ? അതാ പരിപാടി. അങ്ങനെ നമുക്ക് ലോൺ തരാൻ പറ്റില്ല. ഇല്ല ലോൺ. സോറി, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ക്യാബിലൊന്ന് പോവാണ്. ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മേളിൽ നിന്ന് ഹെഡ് ഓഫീസിന് സംഭവം തരാതെ ഈ ലോൺ പാസ്സാക്കുന്ന പരിപാടിയില്ല. അളിയനൊരു അക്ഷരം മിണ്ടരുത്. അളിയൻ ഒറ്റ പുള്ളി പകുതി സമ്മതിച്ച ലോൺ തരാന്ന്. നിങ്ങൾ ഇടപെട്ടല്ലേ? നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോന്നാണോ മാണിയെ സപ്പോർട്ട് ചെയ്യുമ്പോന്നാണോ? ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേണ്ട, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം, ഞാൻ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് തകർത്തിട്ട് ഇന്ന് പോകും. അയ്യോ, ഇതെവിടെ പോയി അളിയ? അയ്യോ, ഞാൻ ആളിയും ചോദിച്ചില്ലേ സാധനം എന്റെ കയ്യിൽ. അതെന്താന്ന് അത് കണ്ടായിരുന്ന? ഞാൻ എന്റെ നെഞ്ചിട്ട് ഞാൻ കണ്ടൊന്നുമില്ല. അവിടെ എവിടെയെങ്കിലും കാണും, പോയി നോക്ക്. ഇല്ലെന്നത് സത്യം പറയാ. അളിയനെടുത്തത് ഞാനോ? ഞാനെന്തിനാടാ നീ കൊണ്ടുപോകുന്ന സാധനം എടുക്കുക? നീ അവിടെ എവിടെയെങ്കിലും പോയി നോക്കടാ. സാറ് എടുത്തിട്ട് പോയി. കേട്ടാ, അത് കൊള്ളാലോ. ഇത് വിഷയം. അത് കണ്ടില്ല പ്രശ്നമാണ്. എന്ത് പ്രശ്നം? അതെ, ഈ മാനേജർ ലോൺ തന്നില്ലെങ്കിൽ പുള്ളിയോട് വൈരാഗ്യം വെച്ചിട്ട് ഇത് ബോംബ് വെച്ച് തകർക്കാൻ കൊണ്ടുവന്ന ചെറിയൊരു ബോംബായിരുന്നു. ബോംബ് കൂട്ടി വായിക്കണം. ബോംബ്. ഒന്നുമില്ല. അത് എനിക്കതല്ല. അല്ല, ഞാൻ ഒരു കാര്യം പൊട്ടുപോയത്. പൊട്ടുവാന്നോ? അത് പൊട്ടിക്കഴിഞ്ഞാണ്ടല്ലേ ഈ ബാങ്ക് ഫുള്ള് തകർന്നു. എന്നാ പവറുള്ള ബോംബാന്നറിയാമോ? പൊട്ടുവോ? ഉറപ്പാണ്. സത്യം പറ, അളിയൻ എടുത്തോ? അത് ഒളിപ്പിച്ചു വെച്ചോ? എവിടെ വിഷയമാണത്? എവിടെ ഒളിപ്പിച്ചതേ പറ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബോംബ് എങ്ങോട്ടും പോയിട്ടില്ല. എന്റെ കസ്റ്റഡിയിലുണ്ട്. കസ്റ്റഡിയിലോ? ഏത് കസ്റ്റഡി? ഏകദേശം ഈ ഭാഗം. എന്താ പരിപാടി കളിച്ച? അരങ്ങല്ലേ?
എങ്ങാനാ സ്വിച്ച് പറഞ്ഞാൽ മൊത്തം തകരും. എന്റെ ദൈവമേ, എന്ത് കാര്യത്തിന് ആവശ്യമില്ലാത്ത പണി ഒപ്പിക്കണം. എടാ നീ ഈ ബോംബ് നിർവീര്യമാക്കാനുള്ള പണി എന്താന്ന് വെച്ചേ? എനിക്കറിയാമോ ഇതിന് നിർവീര്യമാക്കാൻ. എന്റെ ദൈവം, പിന്നെ നീ എവിടുന്നാ മേടിച്ചത്? ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചത്. ഓൺലൈനിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ ചാടിക്കറി എടാ ബോംബിന് വരെ നീ ഓഫർ കണ്ടത്. ഒരു ബോംബിന് 3 പൊട്ടാസ് ഫ്രീ. എടാ നീ വിളിക്കടാ, കസ്റ്റമർ കെയറിലോട്ട് വിളിക്കാം. അനങ്ങല്ല നല്ല കാര്യമുള്ള കാര്യം. അനങ്ങല്ലേ ഇല്ല, പൊട്ടിയാ ഞാൻ ഉൾപ്പെടെ തീരും. കസ്റ്റമർ കെയറിലേക്ക് സ്വാഗതം. ഭാഷ തിരഞ്ഞെടുക്കുവാനായി 5 അമർത്തുക. ദൈവമേ, 5 അമർത്താൻ പറഞ്ഞപ്പോ 5 അമർത്തി വെച്ചു. ഞാൻ അമർത്താം. മലയാളത്തിനായി 1 അമർത്തുക. ഇംഗ്ലീഷിനായി 2 അമർത്തുക. എന്റെ ദൈവമേ, നീ ഇപ്പൊ 2 അമർത്തി ഇംഗ്ലീഷിനായിട്ട് അമർത്തി വെച്ചേക്കുന്നു. നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഇല്ല. ഇങ്ങനെയൊക്കെയല്ലേ ഭാഷ പഠിക്കുന്നു. നിനക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോണു. മലയാളം വിളിക്കണ പുള്ളി ഇവിടുന്ന്. മലയാളം. നമസ്കാരം. നാടൻ ബോംബിനായി 1 അമർത്തുക. കുഴി ബോംബിനായി 2 അമർത്തുക. ഊടായിപ്പ് തട്ടിക്കൂട്ട് ബോംബിനായി 3 അമർത്തുക. ഇത് ഏത് ഏത് ബോംബാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നാടൻ കുഴി ബോംബ്, ഉടായ്പ ബോംബ്, ഇതിലേതാ? ഉടായ്പ ബോംബ്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? നീ ആണെങ്കിൽ അതിനകത്ത് ഉടായ്പ കാണിക്കും. ക്ഷമിക്കണം, നിങ്ങളുടെ പ്രതികരണം ഇല്ലാത്തതിനാൽ ഞാൻ എന്റെ ചിറ്റയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് പോകുന്നു. അയ്യോ, ആ പെണ്ണ് ചിറ്റയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് പോകുകയും ചെയ്തു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നോക്കട്ടെ. എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ നോക്കട്ടെ പെട്ടെന്ന്. എന്റെ ദൈവമേ, തീരെയാണ് നമ്മൾ രണ്ടും തീരെ. നീ ബോംബിനെ കുറിച്ച് വർണ്ണിച്ചോണ്ടിരിക്കാതെ ഊരാൻ നോക്കണ. ഇത് എവിടെ കൊണ്ടാ വെച്ചത്? അനങ്ങല്ലേ? ഇല്ല. അനങ്ങല്ലേ? ഇല്ല. ഇല്ല. കളിക്കാനെടുത്ത് എറിയണ പുല്ലിയത്. അയ്യോ. ഹലോ അളിയാ. രാജേ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. 10 ലക്ഷം രൂപയല്ലേ നിങ്ങൾ ലോൺ അപേക്ഷിച്ചത്? 10 ലക്ഷം. നിങ്ങൾക്ക് 20 ലക്ഷം രൂപ ലോണ് ബാങ്ക് അനുവദിച്ചിരിക്കും. അതിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ അപ്പഴേ പറഞ്ഞില്ലടാ ഞാൻ വന്നാൽ ലോൺ പാസ്സാകുന്നു. 10 മതി. 20ന്റെ അല്ല, 20 ബാങ്ക് തന്നിരിക്കുകയാണ്. വേണ്ടെന്ന്. എന്തിനാണ് 20? ഞങ്ങൾക്ക് 10 മതി. അല്ല, അതിന് കാരണമുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഒരു ബോംബ് അങ്ങോട്ട് വലിച്ചെറിഞ്ഞില്ലായിരുന്നോ? അത് ചെന്ന് വീണതേ ഞാൻ ഇന്നലെ പുതിയതായിട്ട് മേടിച്ച കാറിന്റെ പുറത്താണ്. അതിന്റെ വിലയാണ് 20 ലക്ഷം രൂപ. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അപ്പഴേ പറഞ്ഞ ഞാനുമായിട്ട് വന്നാൽ ലോൺ പാസ്സാവും. അതാ